ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു കീ ചെയിൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മാജിക് റിംഗ് ഇട്ട് കൊടുക്കണം. ബിഗിനേഴ്സിന് എളുപ്പത്തിൽ മനസ്സിലാവാനായിട്ട് എല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. മാജിക് റിംഗ് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് ഒരു 6 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇവിടെ എൻ്റെ ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതേപോലെ ബാക്കിയുള്ള 5 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ആറ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിയുമ്പോൾ യാണൊന്ന് വലിച്ച് മാജിക് റിങ്ങിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആദ്യത്തെ സിംഗിൾ ക്രോഷ്യയുടെ ഉള്ളിൽ കൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി റൗണ്ട് 2 ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി റൗണ്ട് 2 ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ വരുമ്പം 12 സിംഗിൾ ക്രോഷ്യ ആണ് വരുന്നത്. അപ്പോൾ ഒരു ചെയിൻ്റെ ഉള്ളിൽ കൂടെ 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കണം. ക്രോഷ്യയുടെ ബേസിക് സ്റ്റിച്ചസ് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളവർക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഫുൾ ട്യൂട്ടോറിയൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യം ഉള്ളവർ അതൊന്ന് എടുത്ത് ചെക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആവുമ്പം ആദ്യത്തെ ചെയിനിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് റൗണ്ട് 3. അത് ചെയ്യുന്നത് ആദ്യത്തെ ചെയിനിലൂടെ ഒരു സിംഗിൾ ക്രോഷ്യയും രണ്ടാമത്തെ ചെയിനിലൂടെ 2 സിംഗിൾ ക്രോഷ്യ വീതമാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് റിപ്പീറ്റ് ആയിട്ട് പോകണം. ആദ്യത്തേതിൽ ഒരു സിംഗിൾ ക്രോഷ്യയും രണ്ടാമത്തേതിൽ 2 സിംഗിൾ ക്രോഷ്യയും പിന്നെ മൂന്നാമത്തേതിൽ ഒരു സിംഗിൾ ക്രോഷ്യ, നാലാമത്തേതിൽ 2 സിംഗിൾ ക്രോഷ്യ, അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഫുള്ള് 18 സിംഗിൾ ക്രോഷ്യ കിട്ടണം.
തേർഡ് റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പം ആദ്യത്തെ ചെയിനിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്തത് ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി റൗണ്ട് 4 ആണ്. ഇതിൽ ഓരോ ചെയിൻ്റെ ഉള്ളിൽ കൂടെയും ഓരോ സിംഗിൾ ക്രോഷ്യ വീതമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ 18 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ 4th റൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി ആദ്യത്തെ ചെയിനിലൂടെ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഒരു ചെയിൻ സ്റ്റിച്ച് കൂടെ ഇട്ട് കൊടുക്കാം. ഇനിയുള്ള 5, 6, 7 റൗണ്ടിൽ 4th റൗണ്ട് എങ്ങനെ ചെയ്തോ അതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഒരു റൗണ്ടിൽ 18 ടോട്ടൽ സിംഗിൾ ക്രോഷ്യ വീതം. അങ്ങനെ 7 റൗണ്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 8ാമത്തെ റൗണ്ട് ചെയ്യാം. ആദ്യത്തെ ചെയിനിലൂടെ ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് ഒരു ഡിക്രീസും ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ആട്ടോ ചെയ്യുന്നത്, നോക്കി ചെയ്താൽ മതി. ഇങ്ങനെ തന്നെ ബാക്കി റിപ്പീറ്റ് ചെയ്യുക. അടുത്തതിൽ ഒരു സിംഗിൾ ക്രോഷ്യം, പിന്നെ ഒരു ഡിക്രീസും, വീണ്ടും സിംഗിൾ ക്രോഷ്യ, ഒരു ഡിക്രീസ്, അങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ടോട്ടൽ 12 സ്റ്റിച്ചാട്ടോ കിട്ടുന്നത്. അങ്ങനെ റൗണ്ട് 8 കംപ്ലീറ്റ് ആകുമ്പം ആദ്യത്തെ ചെയിനിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് ഫില്ലിങ്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫൈബർ ഫില്ലിങ്സ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ
കുറച്ച് തുണി എടുത്ത് കുഞ്ഞതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് ഫില്ല് ചെയ്താൽ മതി കേട്ടോ. ഇനി അടുത്തത് 9th റൗണ്ട് ചെയ്ത് കൊടുക്കാം. അതപ്പോൾ ബാക്ക് ലൂപ്പിലൂടെയാണ് ചെയ്യുന്നത്. ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും ഉണ്ട്. അപ്പോൾ ബാക്കിലെ ലൂപ്പിലൂടെ ഡിക്രീസാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ടോട്ടൽ 8 തവണ ഡിക്രീസ് ചെയ്യണം ബാക്ക് ലൂപ്പിലൂടെ മാത്രം. അപ്പോൾ 9th റൗണ്ട് കംപ്ലീറ്റ് ആവുമ്പം ബാക്കിയുള്ള യാണ് കട്ട് ചെയ്തെടുത്ത് ഒന്ന് ഹൈഡ് ചെയ്ത് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബോഡി പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആ തുണിയുടെ ചെറിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറ്റിക്കളയാം. ഇനി അടുത്തത് ബാക്കി ഇതിൻ്റെ ടെൻറ്റക്കിൾസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ബാക്ക് ലൂപ്പ് ചെയ്തതിൻ്റെ ഫ്രണ്ട് ലൂപ്പ് ഇവിടെ കാണാം. അപ്പോൾ ആ ലൂപ്പിൽ കൂടെയാണ് നമ്മൾ ഇതിൻ്റെ ടെൻറ്റക്കിൾസ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് കയറ്റിയിട്ട് വേറെ ഒരു യാൺ എടുത്ത് ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു 5 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 4ാമത്തെയും 5ാമത്തെയും ചെയിനിലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ഇനി 2ാമത്തെ ആ ലൂപ്പിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം പാറ്റേണിൽ ബാക്കി ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തതൂടെ ചെയ്ത് നോക്കാം. ആദ്യം 5 ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ആദ്യത്തെ 2 ചെയിൻ സ്കിപ്പ് ചെയ്ത് മൂന്നാമത്തേലോട്ട് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 4ാമത്തെയും 5ാമത്തെയും ചെയിനിലോട്ട് ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത ലൂപ്പിലോട്ട് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സെയിം പാറ്റേണിൽ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് എടുക്കാം. അങ്ങനെ
ഞാനിവിടെ എൻ്റെ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള യാൺ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അതിനുശേഷം ആ യാണൊന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ മെയിൻ പാർട്ട് ഫുള്ള് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഐസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു കറുത്ത യാൺ എടുക്കാം. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് തിരിച്ച് ആദ്യം നമ്മൾ കയറ്റിയ സ്ഥലത്തോട് തന്നെ ഒന്ന് തിരിച്ച് പുറത്തോട്ട് യാൺ കൊണ്ടുവരാം. എന്നിട്ട് ആ രണ്ട് എൻഡും കൂടെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. അതങ്ങനെ ടൈ ചെയ്യുമ്പം ഒത്തിരി വലിച്ചു മുറുക്കി ചെയ്യരുത്, അതിൻ്റെ ഉള്ളിലോട്ട് കയറിപ്പോകും. അതുകൊണ്ട് ഒരുപാട് വലിക്കണ്ട, അത്യാവശ്യം വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഈ ഭാഗം ഉള്ളിലോട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ വെക്കണമെങ്കിൽ ഇങ്ങനെ ടേബിളിലൊക്കെ വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ കീ ചെയിൻ ഇട്ട് ബാഗിലൊക്കെ തൂക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട. ടാറ്റാ.